പ്രിയ കർഷക സുഹൃത്തുക്കളെ, ഇപ്പം കുംഭമാസമായി ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പശുക്കളുടെയും ആടുകളുടെയും എരുമകളുടെയും പാലിൻ്റെ അളവ് കുറഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളെല്ലാവരും ഇതിന് കാരണം ചൂട് കൂടുന്നതാണ് എന്നുള്ള ആശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ പാല് കുറയുന്നതിൻ്റെ പുറകിൽ, അതുപോലെ വേനൽക്കാലത്ത് ചെന പിടിക്കാതിരിക്കുന്നതിൻ്റെ പുറകിൽ ഒരു വില്ലൻ കഥാപാത്രം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് തൈലേറിയ എന്ന് പറയുന്ന ഒരു രോഗാണുവാണ്. ഈ തൈലേറിയ എന്ന് പറഞ്ഞ രോഗാണു ശരീരത്തിലെ ചുവന്ന രക്താണുക്കളെ അലിയിച്ചുകൊണ്ട് ശരീരത്തിലെ ഹിമോഗ്ലോബിൻ ലെവൽ കുറയുന്നതുകൊണ്ടാണ് ഈ അസുഖം ഉണ്ടാകുന്നത്. ഈ രോഗാണുവിനെ തടയുന്നതിന് വേണ്ടി നമ്മൾ മോഡേൺ മെഡിസിനിൽ മറ്റേ സുബിയോൺ പോലുള്ള ഇഞ്ചക്ഷനുകൾ എടുക്കുകയാണ് ചെയ്യുന്നത്. കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇഞ്ചക്ഷൻ ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു പശുവിന് ആവറേജ് 2000 മുതൽ 2500 രൂപ ചെലവ് വരുന്നുണ്ട്. ഇത് കർഷകന് താങ്ങാൻ കഴിയുന്നതിൽ കൂടുതലാണ്. വെറ്റിനറി ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഈ അസുഖത്തെ വളരെ സൂക്ഷ്മമായിട്ട് കുറയ്ക്കുന്നതിന് വേണ്ടി സാധിക്കും. ഒരു 3-4 മെഡിസിനുകളുടെ വിവിധ അനുപാതത്തിലുള്ള കോമ്പിനേഷൻ കൊണ്ടാണ് അത് സാധ്യമായി എടുക്കുന്നത്. കേരളത്തിലെ വെറ്റിനറി ബിരുദധാരികളായിട്ടുള്ള ആളുകളിൽ 400ഓളം പേര് PGCVH കോഴ്സ് കഴിഞ്ഞിട്ടുള്ളവരുണ്ട്. ഈ ആളുകളിൽ നിന്നെല്ലാം തന്നെ വെറ്റിനറി ഹോമിയോപ്പതി മരുന്ന് നൽകിക്കൊണ്ട് കർഷകർക്ക് തൈലേറിയ രോഗത്തെ തടയാം. അതുപ്രകാരം വേനൽക്കാലത്തുണ്ടാകുന്ന ഈ പാലിൻ്റെ കുറവ്, ചെന പിടിക്കാതിരിക്കുന്ന അവസ്ഥ എല്ലാം കുറേ തടയുന്നതിന് സാധിക്കും. വെറ്റിനറി ഹോമിയോപ്പതി മരുന്ന് ഉപയോഗിക്കുന്നതിലൂടെ പബ്ലിക്കിനും മറ്റേ അലോപ്പതി മരുന്ന് കഴിക്കുന്ന ഇഞ്ചക്ഷൻ ചെയ്യുന്നതോടുണ്ടാകുന്ന ദോഷം ഉണ്ടാകുന്നില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം പാല് പിറ്റേ ദിവസം തന്നെ കൃത്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വെറ്റിനറി ഹോമിയോപ്പതി ചികിത്സ കൊണ്ട് കർഷകന് സാമ്പത്തിക ലാഭം മാത്രമല്ല, ആ കർഷകരിൽ നിന്നും പാല് വാങ്ങിക്കുന്ന കർഷകർക്ക് സുരക്ഷിതമായിട്ട് പാല് കുടിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. എല്ലാവരും വെറ്റിനറി ഹോമിയോപ്പതി ചികിത്സ അവലംബിക്കുക. അതിന് പൊതുജനാരോഗ്യത്തിന് വേണ്ടിയിട്ട് അത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കാം. നന്ദി.